ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സീറോ മലബാറിലും അണികള് നേതൃത്വത്തെ തിരുത്തണം. UDFന്റെ ഐതിഹാസിക തെരഞ്ഞെടുപ്പ് ജയം. കേരളത്തിലെയും കണ്ണൂരിലെയും ഇടത് കോട്ടകളെല്ലാം തകർന്നറിഞ്ഞു. ഒരു കൊടുങ്കാറ്റിലും തകരില്ലെന്നുറപ്പിച്ച പയ്യന്നൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞെട്ടി വിറച്ചു. വി കുഞ്ഞികൃഷ്ണൻ എന്ന ഒരു മുൻ കമ്മ്യൂണിസ്റ്റുകാരൻ ഉറക്കെ പറഞ്ഞു, അണികള് നേതൃത്വത്തെ തിരുത്തണം. നേതൃത്വം കേട്ടില്ല. അദ്ദേഹം പുസ്തകം എഴുതി, നേതൃത്വത്തെ അണികള് തിരുത്തണം എന്നാണ് പുസ്തകത്തിന്റെ പേര്. കമ്മ്യൂണിസ്റ്റുകാരത് ചെയ്തു. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് പുറത്തായത്. തീർച്ചയായിട്ടും UDFന്റെ പ്രവർത്തനം, ചിട്ടയായ പ്രവർത്തനം, ടീം യൂണിയൻ UDF എന്ന് അവർ പറയുന്നതൊക്കെ അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഇത്തവണ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ വോട്ട് ചെയ്തു. അണികൾ നേതൃത്വത്തെ തിരുത്തി. ഇത് സീറോ മലബാർ സഭയിലും വേണം എന്ന അഭിപ്രായം എനിക്കുണ്ട്. അഭിപ്രായം ഉണ്ടെന്നല്ല, അതിന് ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ജനാധിപത്യ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് മെത്രാന്മാരുടെ കാര്യത്തിൽ നമുക്കില്ലാത്തത് കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഇങ്ങനെ ഇത് നടപ്പാക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച് അത് അപ്പാടെ അസാധ്യമായ കാര്യമൊന്നുമല്ല. പണ്ടത്തെ കോൺഗ്രസിൽ എന്ന പോലെ, ഇപ്പോഴത്തെ കോൺഗ്രസിൽ അതില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പണ്ടത്തെ കോൺഗ്രസിൽ എന്ന പോലെ പദവികൾ പ്രാദേശിക വികാരം നോക്കി വീതം വെച്ച് എടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ സീറോ മലബാർ സഭയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഈ നേതൃത്വത്തെ തിരുത്തുക എന്നുള്ളത് എളുപ്പമുള്ള സംഗതിയല്ല. എങ്കിലും ഞാൻ ആവർത്തിക്കുന്നു, അസാധ്യമല്ല. ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനമൊക്കെ ഉണ്ടോ ഇല്ലയോ അതെനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ വീതം വെച്ചെടുക്കുന്ന രീതി മാറ്റിയിട്ട് സഭയ്ക്ക് ഗുണകരമായ നേതൃത്വം കൊണ്ടുവരാനായിട്ട് നേതൃത്വത്തിലുള്ളവർ ശ്രമിക്കാത്തത് കൊണ്ട് അണികള് നേതൃത്വത്തെ തിരുത്തേണ്ട അനിവാര്യമായ സ്ഥിതിവിശേഷം സീറോ മലബാറിൽ വന്നു ചേർന്നിരിക്കുകയാണ്. ക്രാന്തദർശിയായ ഒരു നല്ല നേതാവിന്റെ സാന്നിധ്യമില്ലായ്മ. എന്നിട്ടും ഞാനല്ലാതെ മറ്റാരുണ്ട് എന്ന ധാർഷ്ട്യത്തിന് യാതൊരു കുറവുമില്ല. ജനങ്ങളുടെ വിശ്വാസവും കർത്താവിനുള്ള സത്യവിശ്വാസവും വിളക്കി ചേർത്ത സുവിശേഷ മൂല്യങ്ങളെ മുറുകെ പിടിക്കാത്ത വൈദികര്, ദൈവഹിതത്തിന് വിധേയപ്പെടാൻ തയ്യാറല്ലാത്ത ധിക്കാരികളായ വൈദികരെ കയറൂറി വിട്ട് സമാധാനമുണ്ടായി, സമാധാനം വന്നു എന്ന് കരുതി അരമനകളിൽ മാത്രം സ്വൈരവിഹാരം നടത്തുന്ന സഭാ നേതൃത്വം, സഭയെ നിരന്തരം നവീകരിക്കുന്ന യുവനിരയെ ഗവനിക്കാതെ DJ പാർട്ടി നടത്തി അവരെ ആകർഷിക്കാമെന്ന വ്യാമോഹം, ഇങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങൾ സീറോ മലബാർ സഭയിലുണ്ട്. തിന്മയുടെ ഈ അതിപ്രസരത്തില് സഭയുടെ നിരവധിയായ നന്മകൾ മുങ്ങിപ്പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എല്ലാം ശാന്തമായിരിക്കുകയാണെന്ന മൂഢസ്വർഗത്തിലാണ് മിക്കവാറും മെത്രാന്മാര്. അൽമായ വിശ്വാസികള് അനുദിനമല്ല അനുനിമിഷം നേരിടുന്ന പ്രതിസന്ധികള് മെത്രാന്മാരെ ബാധിക്കുന്നില്ല, വൈദികരെ ബാധിക്കുന്നില്ല. കോടതികളിൽ നിന്നുള്ള തിരിച്ചടികൾ പോലും അവരെ അലോസരപ്പെടുത്തുന്നില്ല. തങ്ങളുടെ മരണം വരെ ഈ സഭയുണ്ടാകും, ഈ പദവികൾ ഉണ്ടാകും, ഈ അധികാരം ഉണ്ടാകും എന്നൊരു ചിന്തയിലാണ് അവര്. സഭയെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ ജനങ്ങളെക്കുറിച്ചോ അൽമായരെക്കുറിച്ചോ ആകുലതയില്ലാത്ത ഒരു നേതൃത്വം. അണികള് ആ നേതൃത്വത്തെ തിരുത്തണം. തളർന്നു പോയിരിക്കുന്ന സഭയ്ക്ക് ആത്മവിശ്വാസം എന്ന ഒറ്റമൂലി വേണം. ദൈവത്തിലുള്ള സത്യവിശ്വാസത്തിന്റെ മാനുഷിക വശമാണ് ഈ ആത്മവിശ്വാസം. സഭയെ സംരക്ഷിക്കണോ, ഏതാനും മെത്രാന്മാരെ സംരക്ഷിക്കണോ എന്ന് സത്യവിശ്വാസികള്, ഈശോയുടെ അണികള് ഇപ്പോൾ തീരുമാനിക്കണം. പാമ്പ് കടിയേറ്റും, കോവിഡ് വന്നും, ക്യാൻസർ വന്നും, പ്രായാധിക്യം മൂലം മരിക്കണോ, അതോ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് വേണ്ടി മരിക്കണോ, രക്തസാക്ഷിത്വം വരിക്കണോ എന്ന് ഈശോയുടെ അണികള് ഇപ്പോൾ തീരുമാനിക്കണം. അപ്പോൾ തളരാത്ത പോരാട്ട വീര്യം നമുക്കുണ്ടാകും. നമുക്ക് കൃത്യമായ ആസൂത്രണവും പിന്നെ ചിട്ടയായ പ്രവർത്തനവും വേണം. അതിനുള്ള ചില മാർഗങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് നൽകാം. അത് ഇവിടെ പരസ്യപ്പെടുത്താനുള്ളതല്ല.
എന്നോടൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറുള്ള പ്രവർത്തകർക്ക് നൽകാനുള്ളതാണ്. ഞാൻ അവർക്കത് നൽകാം. അങ്ങനെ നമ്മൾ ഈശോയുടെ അണികള് ഈ സഭാ നേതൃത്വത്തെ തിരുത്തുന്ന ദിവസങ്ങൾ ആഗതമാവുകയാണ്. കർത്താവിന്റെ കൃപയില്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തില്, പരിശുദ്ധ അമ്മയുടെയും തോമസ് ലീഹായുടെയും മധ്യസ്ഥത്തിലൊക്കെ നമുക്ക് ഈ ഒരു നവീകരണം, സഭയ്ക്കുള്ളിൽ നിന്നുള്ള നവീകരണം, പരിശുദ്ധ റൂഹായുടെ ശക്തിയിലുള്ള നവീകരണം, ആ പരിശുദ്ധാത്മാവിന്റെ ചൂട് പിടിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ തുണയിലുള്ള ആ നവീകരണം അത് സംഭവിക്കാൻ പോവുകയാണ്. അതിന് നമ്മളെല്ലാവരും ഒരുങ്ങിയിരിക്കണം. നമുക്കതിന് ആ സമയം വന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ഞാൻ പിന്നീട് വെളിപ്പെടുത്താം. അങ്ങനെ നമുക്ക് ഈ അണികള്, ഈശോയുടെ അണികള്, ഈശോ നിയമിച്ച മെത്രാന്മാരെ തിരുത്തുന്ന ആ സമയത്തിലേക്ക്, ആ മുഹൂർത്തത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാം. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.